ഹായ്, വെൽക്കം ടു ശ്രീലക്ഷ്മീസ് ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പിക്കിളാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ, ഓയിൽ, ജിഞ്ചർ ഗ്രേറ്റ് ചെയ്തത്, ഗാർലിക് ഗ്രേറ്റ് ചെയ്തത്, കറി ലീവ്സ്, മസ്റ്റാർഡ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, വിനീഗർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കപ്പ് പ്രോണിന് 1/4 കപ്പ് ഓയിലാണ് എടുക്കുന്നത്. അതിനകത്ത് കുറച്ച് എണ്ണ മാത്രം ഈ ചീനച്ചട്ടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി പ്രോൺസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഓയിലിൽ പിങ്ക് കളറാകുന്നത് വരെ വറുത്തെടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു പിങ്ക് കളറായിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ പിങ്ക് കളറായിട്ടുള്ള പ്രോൺസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇത് ബാക്കിയുള്ള ഓയിൽ മുഴുവൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വരുമ്പോൾ 2 മുഴുവൻ വെളുത്തുള്ളി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞതാണ് ഇവിടേക്ക് ആഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി, ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുന്ന വരെയായിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഈ പാകമാകുന്നത് വരെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. വിനീഗർ ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂണോളം കടുക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ. സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഉപ്പ് ഏകദേശം 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്കിനി ഇളക്കി കൊടുക്കാം. ഇനി വറുത്ത് വെച്ച ഈ ചെമ്മീനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിനകത്തുള്ള ഇതൊക്കെ ഇതിനകത്തേക്ക് കോട്ടാകുന്നത് വരെ, അതായത് ഇത് പറ്റി പിടിക്കുന്നത് വരെയായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. തണുത്ത ശേഷം നമുക്കിത് പാത്രത്തിലേക്കോ കണ്ടെയ്നറിലേക്കോ മാറ്റാവുന്നതാണ്. അങ്ങനെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്.